നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. ആത്മഹത്യകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ ജനകീയ ഐക്യവേദി ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ രൂപീകരണ യോഗം നടത്തി. തൃശൂർ പെൺവാണിഭ കേന്ദ്രത്തിൽ ഒഡീഷ സ്വദേശി കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ജില്ലയിൽ വൃത്തി ക്യാമ്പയിൻ തുടങ്ങി. ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനം MLA രാജൻ ജയപ്പല്ലൻ നിർവഹിച്ചു. ചെമ്പുച്ചിറയിൽ പുതിയതായി സ്ഥാപിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിലെ ദേവസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 22 മുതൽ 24 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. ആളൂർ പ്രസിഡൻസി ഹാളിൽ നടത്തിയ യോഗാ ദിനാചരണം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പുല്ലാംകുഴൽ വാദ്യകലാകാരൻ EA പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു. യോഗ ഇൻസ്പെക്ടർ VK സുകുമാരൻ യോഗാദിന സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ബൈജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹെലൻ ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TI ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV രാജു, മെഡിക്കൽ ഓഫീസ് ഡോക്ടർ AS മാനസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രകടനവും ഉണ്ടായിരുന്നു. വാസുപുരം സൈലന്റ് മിറർ സ്കൂൾ ഓഫ് യോഗയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി സംഘടിപ്പിച്ചു. യോഗാചാര്യൻ കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ മനോജ് C വാസു കോമൺ യോഗ പ്രോട്ടോകോൾ ക്ലാസ് എടുത്തു. ഡോക്ടർ മധുസൂദനൻ മുദ്രാ തെറാപ്പി ക്ലാസ് നടത്തി. തുടർന്ന് യോഗ പ്രദർശനവും ഉപഹാര സമർപ്പണവും മറ്റ് പരിപാടികളും ഉണ്ടായി. ആത്മഹത്യകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ ജനകീയ ഐക്യവേദിയുടെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ചാലക്കുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ രൂപീകരണ യോഗം ജനകീയ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് MK ഷൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് VG അനിൽ അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശശി നെട്ടിശ്ശേരി, ജനകീയ ഐക്യവേദി സംസ്ഥാന ട്രഷറർ KV ബാബു, പ്രവാസി ഐക്യവേദി നാഷണൽ പ്രസിഡന്റ് ഫാത്തിമ അബു, സംസ്ഥാന കമ്മിറ്റി അംഗം ഹേമലത കരുനാഗപ്പള്ളി, VK സുരേഷ് എന്നിവർ സംസാരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റായി KC തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് കുമാരൻ വെട്ടിയാട്ടിൽ, ജനറൽ സെക്രട്ടറി ബിജു പുലിപ്പാറ, സെക്രട്ടറി PK കാളിദാസൻ, ട്രഷറർ കൃഷ്ണൻ വെളുത്തുപറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് സമ്പാദ്യം അല്ലേ? അപ്പൊ നമ്മുടെ സമ്പാദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തേത് നമ്മുടെ പ്രവാസികൾ ഇപ്പോൾ ചേച്ചി ദുബായിൽ പോയിട്ട് നമ്മൾ നമ്മുടെ നാട് വിട്ടിട്ട് നേരത്തേക്ക് പോകുന്നു. എന്തിനാണ്? സമ്പാദിക്കാൻ പോകുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച് വിദ്വാൻമാനായിട്ട് പിന്നെ എന്തിനാ സമ്പാദിക്കുന്നു? തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ ഒഡീഷ സ്വദേശി കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. 27കാരനായ ധൻപതി നായിക്കാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ 18-ന് രാത്രിയാണ് ധൻപതി ആക്രമിക്കപ്പെട്ടത്. ഇതേ തുടർന്ന് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജൂൺ 21-ന് രാവിലെയോടെയാണ് മരണപ്പെട്ടത്. പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. ഇതര സംസ്ഥാനക്കാർക്ക് മാത്രമാണ് പെൺവാണിഭ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടായിരുന്നത്. ഒഡീഷ സ്വദേശികൾ തന്നെയാണ് പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.
CPIM കൊടകര കൊപ്രക്കളം ആനത്തടം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യാതിഥിയായിരുന്നു. KB രാജീവൻ സ്വാഗതവും PA ബാബു നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC, +2 തുടങ്ങി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിങ്ങളെല്ലാം നല്ലപോലെ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി ജീവിതത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. നല്ലപോലെ പഠിക്കുകയും വിജയം കൈവരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. നമ്മളെപ്പോഴും നമ്മളുടെ പഠനത്തിലും നമ്മളുടെ വിജയങ്ങളിലേക്കുള്ള കുതിപ്പിലേക്കും ഒരുങ്ങുന്നതിനിടയിൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ടല്ല നമ്മൾ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള കുട്ടികളുമായിട്ടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. ഇവന് വരയ്ക്കാനുള്ള പുസ്തകവും പേനയും സ്കെച്ചൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവൻ ഈ ചുമരിലേ വരയ്ക്കുള്ളൂ. സാറ് തന്നെ പറഞ്ഞതൊന്നും മാറ്റണം. എല്ലാ വർഷവും എനിക്കിങ്ങനെ പെയിന്റ് ചെയ്യലാണ് പണി. എത്ര പറഞ്ഞാലും അത് കേൾക്കില്ല. ഇതാണ് ഞങ്ങൾ ചീത്ത പറയാൻ കാരണം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ സാർ ഈ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയല്ല, നിനക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നിട്ടില്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചുമരിൽ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കൊച്ചു പറഞ്ഞത്, എനിക്ക് പേന എടുത്തിട്ട് പുസ്തകത്തിലോ പേപ്പറിലോ വരയ്ക്കാൻ പറ്റണില്ല സാറേ, എനിക്ക് ചുമരിൽ വരയ്ക്കാനാണ് ഇഷ്ടം, എനിക്ക് അതാണ് പറ്റുന്നത്, ഞാൻ അറിയാതെ കൈ ചുമരിലേക്ക് പോകും. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ഡ്രൈ ഡേ ക്ലോറിനേഷൻ ക്യാമ്പയിന്റെ ജില്ലാതല പരിപാടികൾ വൃത്തി ക്യാമ്പയിൻ ശുചിത്വത്തിലൂടെ പ്രതിരോധം എന്ന പേരിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനം തൃശൂർ MLA രാജൻ J. പല്ലൻ നിർവഹിച്ചു. വെള്ളിയാഴ്ചകളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഞായറാഴ്ചകളിൽ വീടുകൾ കേന്ദ്രീകരിച്ചും തുടർച്ചയായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം. ക്യാമ്പയിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്ലെമി ജോസ് നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ സർവീലൻസ് ഓഫീസർ ഡോക്ടർ TK അനൂപ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവിടങ്ങളിൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾ മുഖേനയും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ക്ലോറിനേഷൻ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെയ്സൺ പാണങ്ങാടൻ ശില്പശാല നയിച്ചു. PTA വൈസ് പ്രസിഡന്റ് ധന്യ ബിജു, പ്രധാനാധ്യാപകൻ T. അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B. ബിജു എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഹണ്ട് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് അന്ന പോൾ നിയമ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വിഭിന്ന തൊഴിൽ മേഖലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ നാനാ തുറകളിലുള്ള പ്രൊഫഷണൽസ് പങ്കെടുത്തു. പ്രിൻസിപ്പൽ സുധീർ നേതൃത്വം നൽകി. ചെമ്പുച്ചെറിയിൽ പുതിയതായി സ്ഥാപിതമായ തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിലെ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 22 മുതൽ 24 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് കൊടകര പുതിലാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് മറ്റത്തൂരിലെ 18 ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകും. 24-ന് രാവിലെ 7:44-നും 9:55-നും മധ്യേ പ്രതിഷ്ഠാകർമ്മം നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ്, ഡോക്ടർ A. രാധാകൃഷ്ണൻ, R. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, തിലകരാജ് ചിന്നങ്ങത്ത്, മധു ഒമ്പതുങ്ങൽ, മോഹനൻ വടക്കേടത്ത്, PV നന്ദകുമാർ, ഹരി പള്ളത്തേരി, സോമൻ തണ്ടാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് ഒരു മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് നിർമ്മിച്ചാൽ 33 അടി ഉയരമാണ്. അതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമാണ്. അപ്പോൾ ശിവലിംഗത്തെ നമ്മൾ കാണുന്നത് പ്രകൃതിയായിട്ടാണ്, പ്രകൃതിക്കുള്ളിലാണ്. ഈ ക്ഷേത്രം തന്നെ ഇപ്പോൾ നിർമ്മിച്ച മറ്റൊരു സവിശേഷത, ഇതിന് ചുറ്റും ക്ഷേത്രം കെട്ടി മേഞ്ഞെടുക്കുമ്പോൾ നടുക്കൊരു മരം നിൽക്കുകയാണ്.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കാവനാട് പഞ്ചമി വായനശാലയുടെയും ഗ്രാമവികസന സമിതിയുടെയും നേതൃത്വത്തിൽ വായന ദിനം ആചരിച്ചു. വൈകിട്ട് 5 മണിക്ക് പഞ്ചമി വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ച വായനദിന സന്ദേശ റാലി ഗ്രാമമന്ദിരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അക്ഷരസന്ധ്യ സാംസ്കാരിക പ്രവർത്തകരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച 3ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ ചേർക്കപ്പെട്ട പൂമ്പാറ്റുമ എന്ന കഥയുടെ കഥാകാരി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മെയ് സിത്താരയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് അക്ഷരജ്വാല പ്രകാശന കർമ്മം നടന്നു. കാവ്യാലാപനം, പുസ്തക പരിചയം, ആസ്വാദനക്കുറിപ്പ് അവതരണം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. KS അപ്പുക്കുട്ടൻ, MK ബാബു, EK രാജലക്ഷ്മി, അജീഷ് KA എന്നിവർ സംസാരിച്ചു. പാർവതി കൃഷ്ണൻ, മല്ലിക സുനിൽകുമാർ, രുക്മിണി സദാനന്ദൻ, ലഞ്ജിത സുമേഷ്, മണികണ്ഠൻ KK, PS സുബ്രഹ്മണ്യൻ, അനീഷ് തട്ടാരുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അപ്പൊ പലപ്പോഴായിട്ട് നിങ്ങളുടെ പാഠപുസ്തകം ഉണ്ട് അല്ലേ? ഇത് വലിയൊരു കവിതയുടെ ഒരു കഷ്ണം, മനസ്സിലായി? കുളമ്പ് രോഗം തടയാൻ കന്നുകാലികൾക്ക് വാക്സിൻ സുരക്ഷ. ജില്ലയിലും പ്രത്യേക വാക്സിനേഷൻ യജ്ഞം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള 8ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ജില്ലയിൽ ആരംഭിച്ചു. ചാലക്കുടി പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ ട്രെയിനിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷനും ഡാറ്റ എൻട്രിയും ചെയ്ത ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ മനീഷിന് വാക്സിൻ കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡീന ആന്റണി പദ്ധതി വിശദീകരണം നടത്തി. 18 പ്രവൃത്തി ദിവസങ്ങളിലായാണ് ജില്ലയിൽ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നടക്കുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലയിലെ 158 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ ഭവനങ്ങളിലെത്തി പശുക്കൾക്കും എരുമകൾക്കും സൗജന്യമായി വാക്സിൻ നൽകും. 4 മാസവും അതിന് മുകളിലുമുള്ള കന്നുകുട്ടികളെയും വാക്സിനേഷന് വിധേയമാക്കണം. വാക്സിനേഷന് ശേഷം കർഷകരുടെ മൊബൈലിലേക്ക് വരുന്ന OTP വാക്സിനേഷൻ ടീമിന് നൽകണം. കുളമ്പ് രോഗത്തെ തടയാൻ മൃഗസംരക്ഷണ വകുപ്പിനോടൊപ്പം ക്ഷീരവികസന വകുപ്പും ക്ഷീരസംഘങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. കന്നുകാലികൾക്ക് കൃത്യമായി കുത്തിവയ്പ് എടുക്കുന്നതിലൂടെ അവയെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും കർഷകർക്ക് സാധിക്കും. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി, അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഐസക് സാം, ചാലക്കുടി അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ജയൻ ജോസഫ്, ഡോക്ടർ KV ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കായി പ്രതിരോധ കുത്തിവയ്പ്, മാർഗരേഖ, വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിലെ ഡാറ്റ എൻട്രി എന്നിവയെക്കുറിച്ചുള്ള പരിശീലന പരിപാടിക്ക് ഡോക്ടർ അഞ്ജു മേരി ഫിറോസ് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി.
ആത്മഹത്യകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ ജനകീയ ഐക്യവേദി ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ രൂപീകരണ യോഗം നടത്തി. തൃശൂർ പെൺവാണിഭ കേന്ദ്രത്തിൽ ഒഡീഷ സ്വദേശി കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ജില്ലയിൽ വൃത്തി ക്യാമ്പയിൻ തുടങ്ങി. ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനം MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. ചെമ്പുച്ചിറയിൽ പുതിയതായി സ്ഥാപിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിലെ ദേവസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 22 മുതൽ 24 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.